പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. കാനഡയിൽ താൽക്കാലിക താമസക്കാർക്കുള്ള അപേക്ഷാ ഫീസ് വർദ്ധിപ്പിക്കുന്നു. ഡിസംബർ 1 മുതലാണ് പുതിയ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരിക. രാജ്യത്തെത്തുന്ന സന്ദർശകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും താൽക്കാലിക താമസ അപേക്ഷകൾ നൽകുമ്പോൾ ഇനി അധിക ഫീസ് നൽകേണ്ടി വരും. അപേക്ഷാ പ്രോസസ്സിംഗ് ഫീസ് ഉയർത്താനാണ് തീരുമാനം. താൽക്കാലിക റെസിഡന്റ് സ്റ്റാറ്റസ് പുനഃസ്ഥാപിക്കൽ, കാനഡയിലേക്ക് മടങ്ങാനുള്ള അംഗീകാരം, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കുള്ള ക്രിമിനൽ പുനരധിവാസം, താൽക്കാലിക റെസിഡന്റ് പെർമിറ്റുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി തരത്തിലുള്ള അപേക്ഷകൾക്ക് ഫീസ് വർധന ബാധകമാകും. പുതുക്കിയ അപേക്ഷാ ഫീസ് നിരക്ക് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പുറത്തുവിട്ടിട്ടില്ല. ഫീസ് വർധനയ്ക്ക് മുൻപ് IRCCയിൽ പൂർണ്ണമായ അപേക്ഷകൾ സമർപ്പിക്കുന്ന അപേക്ഷകരെ മാറ്റം ബാധിക്കില്ല. ഓൺലൈൻ അപേക്ഷകൾ ഉടനടി സ്ഥിരീകരിക്കപ്പെടുന്നു. അതേസമയം തപാൽ സമർപ്പിക്കലുകൾക്ക് കാലതാമസം നേരിട്ടേക്കാം. അപേക്ഷകൻ പഴയ ഫീസ് അടച്ച് പൂർണ്ണമായ അപേക്ഷ സമർപ്പിക്കുകയും ഫീസ് മാറ്റത്തിനു മുമ്പ് അത് മെയിൽ ചെയ്യുകയും ചെയ്യുന്നിടത്തോളം അപേക്ഷ നിരസിക്കപ്പെടില്ല. അധിക പേയ്മെന്റ് ആവശ്യമാണെങ്കിൽ IRCC നിർദ്ദേശങ്ങൾ നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രക്കാർക്ക് ഇനി അധിക പരിശോധനയുണ്ടാകില്ല. നടപടി പിൻവലിച്ച് കനേഡിയൻ സർക്കാർ. ഇന്ത്യയിലേക്ക് പറക്കുന്ന യാത്രക്കാർക്കുള്ള അധിക സുരക്ഷാ സ്ക്രീനിംഗ് നടപടികൾ കനേഡിയൻ സർക്കാർ പിൻവലിച്ചു. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാറിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. ഗതാഗത മന്ത്രി അനിത ആനന്ദ് ഈ ആഴ്ച ആദ്യം സ്ക്രീനിംഗ് വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. പുതിയ പ്രോട്ടോകോളുകൾ പിൻവലിക്കാനുള്ള കാരണം സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. കനേഡിയൻ എയർ ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി അതോറിറ്റി നടത്തിയ നടപടികളിൽ നിയന്ത്രിത പ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെയും ബാഗേജുകളും പരിശോധിക്കുന്നത് ഉൾപ്പെടുന്നു. ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളിലെ അധിക സ്ക്രീനിംഗ് കാരണം വിമാനത്താവളങ്ങളിൽ കാലതാമസത്തിനും നീണ്ട ക്യൂകൾക്കും കാരണമായതായി റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സന്ദർശക വിസ മാനദണ്ഡങ്ങൾ കർശനമാക്കി UAE. തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകും. വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റും അപ്ലോഡ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. QR കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയോ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ രേഖകളോ ആണ് നൽകേണ്ടത്. കൂടാതെ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റിന്റെ പകർപ്പും നൽകണം. മതിയായ രേഖ സമർപ്പിച്ചില്ലെങ്കിൽ വിസ അപേക്ഷ നിരസിക്കപ്പെടുമെന്ന് ഇമിഗ്രേഷൻ വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ ട്രാവൽ ഏജൻസികൾക്കാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത്. സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഉണ്ടാവണമെന്ന നിബന്ധന നേരത്തെ അധികൃതർ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ റെസിഡൻസ് വിസയുള്ളവരുടെ ബന്ധുക്കൾക്ക് ഇതിൽ ഇളവുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷാർജയിൽ റോഡ് അച്ചടക്കം ലംഘിക്കുന്നവരെ പിടികൂടാൻ പുതിയ സ്മാർട്ട് ക്യാമറകളുമായി ഷാർജ പോലീസ്. സ്മാർട്ട് ക്യാമറകളുടെ ആദ്യ ബാച്ച് ഈ വാരാന്ത്യത്തിൽ അൽ ബുദയ്യ പാലത്തിന് കീഴിൽ സ്ഥാപിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ദുബായിലേക്കുള്ള എക്സിറ്റിൽ പുതിയ നിരീക്ഷണ സാങ്കേതികവിദ്യയോടെയുള്ള ക്യാമറകൾ സ്ഥാപിക്കാനാണ് തീരുമാനം. അൽ സുയൂഹിൽ നിന്ന് ഷെയ്ഖ് ഖലീഫ സ്ട്രീറ്റിലേക്ക് യാത്ര ചെയ്യുന്ന ഉപയോക്താക്കൾക്ക് പരാതികൾ പരിഹരിക്കുന്നതിനും ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമായാണ് അൽ ബുദയ്യ പാലം പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കുക. ഗതാഗത ലംഘനങ്ങൾ മികച്ച രീതിയിൽ നിരീക്ഷിക്കാൻ ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുള്ള മുബാറക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. റിപ്പോർട്ടിംഗിലും വേഗത്തിലുമുള്ള പ്രതികരണത്തിലും കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനൊപ്പം മറ്റു മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പട്രോളിംഗ് സ്വതന്ത്രമാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ വർഷം സെപ്റ്റംബർ 1 ശേഷം റെസിഡൻസി വിസ ലംഘനങ്ങൾ നടത്തിയവർക്ക് UAEയിൽ പൊതുമാപ്പ് ആനുകൂല്യം ലഭിക്കില്ല. തീരുമാനം വിസ നിയമലംഘകരായ പ്രവാസികൾക്ക് തിരിച്ചടിയാകും. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1 ശേഷം റെസിഡൻസി വിസ ലംഘനങ്ങൾ നടത്തിയിട്ടുള്ളവരെ വരുന്ന ഡിസംബർ 31 വരെയുള്ള പൊതുമാപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. റെസിഡൻസി വിസ ലംഘനങ്ങൾ നടത്തിയിട്ടുള്ളവർക്കായി UAE പ്രഖ്യാപിച്ചിട്ടുള്ള പൊതുമാപ്പ് പദ്ധതിയുടെ കാലാവധി വരുന്ന ഡിസംബർ 31 അവസാനിക്കുന്നത്. കൂടാതെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് UAEയിൽ നിന്ന് നാടുകടത്തപ്പെടുന്നതിന് രാജ്യത്തെ കോടതികൾ ശിക്ഷ വിധിച്ചിട്ടുള്ള പ്രവാസികൾ, നാടുകടത്തുന്നതിന് GCC രാജ്യങ്ങളിലെ കോടതികൾ ശിക്ഷ വിധിച്ചിട്ടുള്ള പ്രവാസികൾ, രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിച്ചിട്ടുള്ളവർ തുടങ്ങിയ വിഭാഗങ്ങൾക്കും ഈ പൊതുമാപ്പ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കില്ല.
ഈ പൊതുമാപ്പ് പദ്ധതി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1 മുതൽ UAE-യിൽ ആരംഭിച്ചിരുന്നു. പദ്ധതി ഒക്ടോബർ 31 അവസാനിക്കുമെന്നാണ് അധികൃതർ ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് നീട്ടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.